ഫ്ലിന്റ് മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. CPM-നെ തകർത്തേ അടങ്ങൂ എന്ന് അച്ചാരം വാങ്ങിയിരിക്കുന്ന ചില നേതാക്കളുണ്ട്. ആ കൂട്ടത്തിലാണ് ഷെഡിൽ കയറിയിരിക്കുന്ന AK ബാലൻ്റെ ഏറ്റവും ഒടുവിലുള്ള വെളിപാടുകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായിക്കോട്ടെ, അതോടുകൂടി ലോകം അവസാനിക്കുന്നില്ല. പക്ഷേ വീണ്ടും വീണ്ടും CPM-നെ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് ചില നേതാക്കൾ. പാർട്ടിക്ക് അവരുടെ മേലൊന്നും ഒരു നിയന്ത്രണമില്ലെന്ന് ഈ പ്രസ്താവനകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്താണ് പറയുന്നത്? മാറാട് കലാപം. മലബാർ കലാപത്തിന് ശേഷം മലബാറിലെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും വലിയ മുറിവ് വീണ സംഭവമാണ് മാറാട് കലാപം. ആ കലാപം ഉണ്ടായതിൻ്റെ കാരണങ്ങൾ എന്നോടൊപ്പമുള്ള ശ്രീ EP അനിൽ വിശദീകരിക്കും. പക്ഷേ ആ കാരണങ്ങൾ വെറും രാഷ്ട്രീയമല്ലാതെ ഒരു പാളിച്ചയാണ്, ആഭ്യന്തര വകുപ്പിനുണ്ടായ ഒരു പാളിച്ചയാണ്. അത്തരം പാളിച്ചകളിലൂടെ ഒരുപാട് കലാപങ്ങളും ഒക്കെ തന്നെ രാജ്യത്ത് നടക്കുന്നുണ്ട്, ഇവിടെയും നടക്കാം. പക്ഷേ അതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതിന് തെളിവ് എന്ന് പറയുന്ന ഒരു ഉദാഹരണം ഞങ്ങൾ പറയാം. ശ്രീ MK മുനീർ CH മുഹമ്മദ് കോയയുടെ മകനാണ്. കേരളത്തിൽ മുഖ്യമന്ത്രി, ചെറിയ പീരീഡിൽ മുഖ്യമന്ത്രിയായിരുന്നു, ഉപമുഖ്യമന്ത്രിയായിരുന്നു. എല്ലാവരും ആദരിക്കുന്ന, കേരളത്തിൻ്റെ എല്ലാവരും ആദരിക്കുന്ന, എല്ലാ സമുദായങ്ങളും ആദരിക്കുന്ന ഒരു നേതാവായിരുന്നു CH മുഹമ്മദ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഡോക്ടർ MK മുനീർ. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മാറാട് കലാപത്തെ അമർച്ച ചെയ്യുന്നതിന് മാത്രമല്ല, മാറാട് കലാപം പോലെ കലാപം ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഒരാൾ BJP-യുടെ ഒരു പ്രമുഖ നേതാവാണ്. അദ്ദേഹം പിന്നീട് BJP സംസ്ഥാന പ്രസിഡന്റായി, ഗോവ ഗവർണറായി. നമുക്കെല്ലാം അറിയാവുന്ന അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ളയാണ്. അദ്ദേഹം ഇന്ന് കോഴിക്കോട് ലീഡിംഗ് അഡ്വക്കേറ്റാണ്, ക്രിമിനൽ ലോയറാണ്, നല്ല ക്രിമിനൽ ലോയറാണ്. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ഇത് എങ്ങനെയെങ്കിലും പരിഹരിക്കാൻ വേണ്ടി പാടുപെട്ട് അതെല്ലാവരും മറന്നു കഴിഞ്ഞ് ചരിത്രത്തിൻ്റെ ചവറ്റുകുട്ടയിലേക്ക് പോയ ഒരു സാധനത്തെ ഈ നേതാക്കന്മാർ ഇപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരികയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നു 1% താഴെ പോലും, മുസ്ലിം സമുദായത്തിൽ 1% താഴെ പോലും ഗണ്യമായ സ്വാധീനമില്ലാത്ത ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ തലക്കിട്ട് അടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ പിണക്കുകയാണ് ചെയ്യുന്നതെന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. എന്നിട്ട് പോലും പഠിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള വിഷയമാണ് ഒരു ഇങ്ങനെയുള്ള നേതാക്കന്മാരെ നിലയ്ക്ക് നിർത്താൻ ഇവിടുത്തെ പാർട്ടിക്ക് കഴിയില്ലെങ്കിൽ അവരുടെ കാര്യം കഷ്ടമാണെന്ന് മാത്രമേ ഞങ്ങൾ പറയാൻ പറ്റൂ. ശ്രീ EP അനിൽ, എന്താണ് ഈ നമ്മൾ ഈ പറഞ്ഞ മാറാട് കലാപം എന്ന് പറയുന്നത്? ആന്റണിക്ക് പറ്റിയ ഒരു വീഴ്ചയില്ലേ? ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വഹിച്ചിരുന്ന ആഭ്യന്തര വകുപ്പിനുണ്ടായ ഏറ്റവും വലിയ വീഴ്ചയില്ലേ? തീർച്ചയായും അതെ. 2002 ജനുവരി മാസത്തിലാണ് ആദ്യം ഒരു കലാപം ഉണ്ടാകുന്നത്. അതിൻ്റെ തന്നെ അടിസ്ഥാനം പരിശോധിക്കുമ്പോൾ ഒരു കുടിവെള്ളം എടുക്കാനുള്ള ഒരു ടാപ്പുമായി ബന്ധപ്പെട്ടുള്ള 2 വിഭാഗം ആളുകളുടെ സംഘർഷം ഒരു സുപ്രഭാതത്തിൽ അതൊരു വർഗീയ കലാപത്തിൻ്റെ ചില സ്വഭാവത്തിലേക്ക് മാറുന്നു. 5 ആളുകൾ മരണപ്പെടുന്നു. അന്ന് ഈ കുറ്റവാളികളെ കൈകാര്യം ചെയ്യാൻ പോലീസ് സമ്പൂർണ്ണമായി പരാജയപ്പെടുന്നു എന്ന് പിന്നീടുള്ള അന്വേഷണങ്ങൾ ബോധ്യപ്പെടുന്നു. അതിൻ്റെ 2ാം ഘട്ടം എന്ന തരത്തിൽ കുറേ കൂടി ഗൗരവതരമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. അതിൽ 1/2 ഡസനിലധികം ആളുകൾ മരണപ്പെടും. ആ വിഷയം നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പരാജയമാണ് എന്നൊക്കെ പറയുമ്പോഴും ആ മുറിവ് ഉണക്കുന്ന കാര്യത്തിൽ മലബാറിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വളരെ കാര്യമായി ഇടപെട്ടു. അത് വിജയകരമായിരുന്നു എന്ന് മാത്രമല്ല, ഈ കലാപങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ഒരു പട്ടിക എടുത്താൽ മിക്കവാറുമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലെ അംഗങ്ങൾ അതിലുണ്ട്. താനും അവിടെ ഒന്നും പരാമർശിക്കാത്ത പേരാണ് ജമാഅത്ത് ഇസ്ലാമി. ജമാഅത്ത് ഇസ്ലാമി അന്നും കേരളത്തിലുണ്ട്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇസ്ലാമിക വിശ്വാസികളുടെ ഇടയിൽ മുമ്പ് പറഞ്ഞത് വലിയ രാഷ്ട്രീയ സ്വാധീനം ഒന്നുള്ളവരല്ല. അവർ ചില വെൽഫെയർ പാർട്ടിയെ പോലെ ചില പാർട്ടികൾ ഉണ്ടാക്കി അവർ ചില കാര്യങ്ങൾ ചെയ്യുന്നു. അവരെ നിരോധിച്ച ഒരു സംവിധാനം കൂടിയല്ല. എന്ന് മാത്രമല്ല, മാറാട് കലാപം പോലെയുള്ള ഒരു വിഷയത്തിൽ ഇതുവരെ ആരും പരാമർശിച്ചിട്ടില്ലാത്ത ജമാഅത്ത് ഇസ്ലാമിയെ വീണ്ടും മറ്റൊരു ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവരാനുള്ള ശ്രമം യഥാർത്ഥത്തിൽ CPIM-ന്റെ നേതാവെന്ന തരത്തിൽ AK ബാലൻ തൊഗാഡിയേക്കാളും അപകടകാരിയായി മാറുന്നു എന്ന് ബോധ്യപ്പെടും. ഇത് ഒരു കാരണം, ഇത് നോക്കൂ, ഒരു സമൂഹമായി നിലനിൽക്കുന്നത് തന്നെ കേരളത്തിൻ്റെ മതനിരപേക്ഷ പൊതുബോധമുണ്ടാണ്. ആ പൊതുബോധത്തെ സംരക്ഷിക്കാൻ തലശ്ശേരി കലാപത്തിൽ മുസ്ലിം വിഭാഗത്തിൻ്റെ സംരക്ഷകരായി എത്തിയ CPM-ന്റെ നേതൃത്വത്തെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴും ചരിത്രത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന നമ്മൾ കലാപങ്ങൾക്ക് അതീതമായി കേരളം മാറാനുള്ള കാരണം ഈ പുരോഗമന ആശയങ്ങളുടെ ഒരു കരുത്തുകൊണ്ടാണ് നമ്മൾ പറയാം. അങ്ങനെയുള്ളൊരു പാർട്ടിയുടെ ഇന്നത്തെ ഒരു നേതാവ് നോക്കൂ, ഒരു കാരണവുമില്ലാതെ ജമാഅത്ത് ഇസ്ലാമിയെ വീണ്ടും
മാറാട് കലാപവുമായി ബന്ധപ്പെടുത്തി പറയുന്നു. അതുമല്ല, പുള്ളി പറയുന്നത് എന്താണ്, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആഭ്യന്തരം ഭരിക്കാൻ പോകുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. ജമാഅത്ത് ഇസ്ലാമി ഏതെങ്കിലും മണ്ടന്മാർ, ലോകത്തെ ഏതെങ്കിലും മണ്ടന്മാർ ഇങ്ങനെ പറയൂ? മാത്രമല്ല, എന്താണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന അതവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? അങ്ങനെ പറയുന്നതിലൂടെ ഹിന്ദുക്കളായ ആളുകളെല്ലാം ഇപ്പുറത്തുനിന്ന് വോട്ട് ചെയ്യുമെന്നാണ്. പിന്നെ ഹിന്ദുക്കളെല്ലാം വന്ന് മറ്റേ നരേന്ദ്രമോദിക്ക് വോട്ട് കൊടുക്കാതെ CPM വോട്ട് കൊടുക്കാൻ പോകില്ല ഇത് പറഞ്ഞ ഉടനെ തന്നെ. അല്ലേ? അതെ. എന്ന് മാത്രമല്ല, ഇത് ഉണ്ടാക്കുന്ന ഒരു 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 ദുരന്തമുണ്ടല്ലോ, ഒരു 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 അസ്വാഭാവികമായ ഒരു വിഭാഗീയതയുണ്ടല്ലോ. അതിന് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, പല പ്രാവശ്യം മന്ത്രിയായിരുന്ന, കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ അതിന് കാരണക്കാരനാവുന്നു എന്ന് പറഞ്ഞാൽ, ഇത്തരം ആളുകളുടെ സാന്നിധ്യം ആ പാർട്ടിയെ സമ്പൂർണമായും ജനവിരുദ്ധമാക്കി തീർക്കും. ത്രിതല പഞ്ചായത്തിലുണ്ടായ തിരിച്ചടിയുടെ കാരണങ്ങൾ ഇങ്ങനെയാണോ ഇവർ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്? അന്ന് തന്നെ നമ്മളൊക്കെ പറഞ്ഞു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജമാഅത്ത് ഇസ്ലാമിക്കെതിരായി CPM നടത്തുന്ന പ്രചരണം അവർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, CPMന് തന്നെ ബുദ്ധിമുട്ടുണ്ടാകും, അതൊരു സമുദായത്തിൻ്റെ എതിരായുള്ള പ്രചരണമായി ഉണ്ടല്ലോ എന്ന സംശയങ്ങൾ പ്രകടിപ്പിച്ചവരാണ് നമ്മൾ. ഇപ്പോൾ അതിൽ കുറച്ചുകൂടി തീവ്രമായ ചില ഉള്ളടക്കങ്ങളെ കൂട്ടിച്ചേർക്കാൻ ശ്രീ AK ബാലൻ ശ്രമിക്കുമ്പോൾ, ശ്രീ AK ബാലനെ CPM തള്ളിപ്പറയാൻ മടിക്കുന്ന ആ സമയം തന്നെ CPM അത്രമാത്രം കേരളത്തിലെ ജനങ്ങളുടെ വെറുക്കപ്പെട്ട പ്രസ്ഥാനമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ശ്രീ AK ബാലനെ CPM തള്ളിപ്പറയാൻ ഇനിയെങ്കിലും വൈകിയാൽ CPM കേരളത്തിലെ കടുത്ത വർഗീയ വിഭാഗീയ ഗ്രൂപ്പുകളിൽ ഒന്നായി നമുക്ക് കാണേണ്ടി വരും.